കട്ടിയുള്ള പേപ്പറാണ് നമുക്ക് ആവശ്യം. ഒരു പൈനാപ്പിളാണ് ഉണ്ടാക്കുന്നത്. അതിന് 11 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയും വേണം. ഇത് 4ആയിട്ട് മടക്കി ഒരു കോണ് ഒരല്പം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റൗണ്ടാക്കി എടുക്കുക. അതിനുശേഷം ഇതിനെ കണ്ടോ നിവർത്തുമ്പോൾ ഇതേ ഷേപ്പിലിരിക്കും. ഇതിനെ 4ആയിട്ട് വീണ്ടും മടക്കുക. വീണ്ടും ഒന്നും കൂടെ മടക്കുക. അങ്ങനെ മടക്കിയിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കിയെടുക്കുക. പ്രസ് ചെയ്ത് മടക്കിയാൽ മാത്രമേ അതിൻ്റെ മടക്കുകൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിൽ നമ്പറിട്ട് ഗം ആഡ് ചെയ്യുന്നതായിരിക്കും ഈസി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് 2, അത് കഴിഞ്ഞ് 4, അത് കഴിഞ്ഞ് 5 ഇതിൽ ഗം ആഡ് ചെയ്തിട്ട് ഈ ഷീറ്റ് തന്നെ ഒന്ന് മടക്കി അതിൽ ഒട്ടിച്ച് എടുക്കണം. ഇതിങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി എല്ലാ ഷീറ്റും ഇതുപോലെ ഒട്ടി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ 2 നേരത്തെ ചെയ്തത്, ഇനി 1, 3 അങ്ങനെ ചെയ്യുക. 1, 3, 5, 7 ഇങ്ങനെ ചെയ്ത് ഗം ആഡ് ചെയ്ത് കൊടുത്ത് നാരോ പോലെ ഫെവിക്കോളായിട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഫുള്ളും അങ്ങോട്ടിപ്പോകും. അപ്പോൾ നാരോ പോലെ ഇങ്ങനത്തെ പോലെ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുക. ഇതൊന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 30, 36 ഷീറ്റ് നമുക്ക് വേണ്ടി വരും. ഇനി വലിയ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് ഷീറ്റിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കും. ഇനി ഇതിലേക്ക് ഐസ്ക്രീം സ്റ്റിക്കാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഒട്ടിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്കിത് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് റൗണ്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിന് മടങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മടക്കി